നമസ്കാരം. ആയുർവേദവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഓരോരുത്തരുടെയും ആരോഗ്യവുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്യപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഇനി വരാനിരിക്കുന്നത് കർക്കിടകം. കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള കുറച്ച് സംശയങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിലൊന്നാമത്തെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് കർക്കിടക ചികിത്സ ചെയ്യുന്നത്? അപ്പോൾ ആയുർവേദന പ്രയോജനം ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിപ്പിക്കുന്ന ബ്രോഡ്ലി രണ്ടായിട്ടാണ്. അതായത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം. അത് തന്നെയാണ് കർക്കിടക ചികിത്സ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സ്വാസ്ഥ്യരക്ഷണം, വികാര പ്രശമനം. ഒന്നാമത്തെ കാര്യം നോക്കാം. സ്വാസ്ഥ്യരക്ഷണം എന്നുകൊണ്ടാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ നിലനിർത്തി വരാനിരിക്കുന്ന മഹാമാരികളെ തടയാൻ അയാളുടെ ശരീരത്തെ പ്രാപ്തമാക്കുക. അതായത് നിലവിലുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുക, ഇനിയും മറ്റു രോഗങ്ങൾ വരാതിരിക്കാൻ തടയുക. ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ, വർക്കിംഗ് കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് നമ്മൾ വർഷാവർഷം സർവീസിന് കൊടുക്കും അല്ലേ? അത് നോർമലി ഓടുന്നുണ്ട്, പിന്നെ എന്തിനു നമ്മൾ സർവീസിന് കൊടുക്കുന്നു? അതുപോലെ നോർമലായി വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടാപ്പിൻ്റെ വാഷറൊക്കെ ഊരി നമ്മൾ അത് വൃത്തിയാക്കി എടുക്കുന്നു. അതിന് വെള്ളം കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനു നമ്മൾ ടാപ്പ് വൃത്തിയാക്കുന്നു? അതുപോലെ കിണർ, നമ്മൾ ശുദ്ധജലം എന്നും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കിണർ നമ്മൾ വർഷാവർഷം തേവി വൃത്തിയാക്കാറുണ്ട്. അതൊക്കെയും ഈ സ്വാസ്ഥ്യ സംരക്ഷണം റിലേറ്റ് ചെയ്തിട്ടുള്ള അതിനൊക്കെയുള്ള ഒരു എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ വികാര പ്രശമനം. വികാര പ്രശമനം എന്ന് ഉദ്ദേശിച്ചത് രോഗാവസ്ഥയിലിരിക്കുന്ന ഒരാളുടെ അപ്പോഴുള്ള അസുഖത്തെ മാറ്റി അയാളെ പൂർണ്ണമായും ആരോഗ്യവാനാക്കി ഇനിയും ആ രോഗവും അതോടൊപ്പം മറ്റു രോഗങ്ങളും വരാതിരിക്കാൻ അയാളെ പ്രാപ്തനാക്കുക. അതായത് ഡാമേജായ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഡാമേജായ കാർ, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ് പെട്ടെന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ആ കാറ് കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. അപ്പം നമ്മൾ ആ കാറ് സർവീസ് ചെയ്യാൻ കൊടുക്കുന്നു. അതുപോലെ ബ്ലോക്കായി വെള്ളം വരുന്നില്ലാത്ത ഒരു ടാപ്പ് നമ്മൾ നന്നാക്കുന്നു. അതുപോലെ ഇമ്പ്യൂരിറ്റീസ് കലർന്ന കിണർ, അതിൽ നമുക്ക് ശുദ്ധജലം എടുക്കാൻ പറ്റില്ല, അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. ഇതൊക്കെയും ഈ വികാര പ്രശമനം അല്ലെങ്കിൽ വികാരനുത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് കർക്കിടകം സെലക്ട് ചെയ്യുന്നു? ചിങ്ങം മുതൽ മിഥുനം വരെ മാസങ്ങളിൽ എന്തുകൊണ്ട് നമ്മൾ കർക്കിടകം മാത്രം സെലക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ആയുർവേദം അനുസരിച്ച് നമ്മുടെ കാലാവസ്ഥയെ കാലങ്ങളെ ബ്രോഡ്ലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദാനകാലം, വിസർഗകാലം. പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ചൂടുകാലം, തണുപ്പ് കാലം, ഒരു മഴക്കാലം. ആദാനകാലം എന്ന് പറഞ്ഞാൽ ചൂടുകാലം, വിസർഗകാലം എന്ന് പറഞ്ഞാൽ മഴക്കാലം, ഒരു തണുപ്പ് കാലം. അപ്പോൾ ഈ ചൂട് കാലത്ത് എന്താ സംഭവിക്കുക? ചൂടുകാലത്ത് അതിഭയങ്കരമായ സൂര്യൻ്റെ ചൂടേറ്റ് നമ്മുടെ ശരീരത്തിലെ, മനുഷ്യൻ്റെ ശരീരത്തിലെ മാത്രമല്ല ഭൂമിയിലെയും ചുറ്റുപാടുള്ള സസ്യജല ജന്തുജീവി ജാലങ്ങളുടെ എല്ലാം ശരീരത്തിൽ നിന്നും സൂര്യൻ്റെ ചൂടേറ്റ് ജലാംശം കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയിൽ എന്താക്കും? ശരീരത്തിൽ, അക്കോർഡിംഗ് ടു ആയുർവേദ, നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിൽ വാദം അതിഭയങ്കരമായി കോപിക്കുന്നു. ഈ വാതാവസ്ഥയിലാണല്ലോ, വാദകോപമാണല്ലോ. ഇപ്പം പ്രായമുള്ളവർ പറയല്ലോ, എനിക്ക് വാദത്തിൻ്റെ അസുഖം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു സംഭവം ശരീരത്തിൽ വാദകോപം നടക്കുന്നു എന്നാണ് ആയുർവേദം പറയുന്നത്, ഡ്രൈ അവസ്ഥയിൽ. എന്നാൽ ഈ ഡ്രൈ അവസ്ഥയുടെ കൂടെ, അതായത് ഈ ഉണങ്ങിയ അവസ്ഥ, വരണ്ട അവസ്ഥയുടെ കൂടെ ഒരു തണുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ, തണുപ്പ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ വാദം അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ്, അതായത് സിംറ്റംസ്, അതായത് അതിൻ്റെ വേദന, നീര്, അങ്ങനെയുള്ള പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുറത്തേക്ക് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഈ സൂര്യൻ്റെ ചൂടേറ്റ് ഡ്രൈ ആകുമ്പോൾ ഈ വാദം കോപിച്ച് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. എന്നാൽ സൂര്യൻ്റെ ചൂട് എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് അതിന് പുറത്തേക്ക് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? ചൂടുകാലം കഴിഞ്ഞ് വിസർഗകാലം അല്ലെങ്കിൽ മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലം, വർഷകാലമൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ ഉണങ്ങി വരണ്ട മൺകട്ടയിലേക്ക് വെള്ളം വീഴുമ്പോൾ എന്താ സംഭവിക്കുക? അത് ചെളിയായിട്ട് ഒഴുകാൻ തുടങ്ങും. ആ ഒരു കണ്ടീഷൻ പോലെ തന്നെ ഡ്രൈ ആയിരിക്കുന്ന ഈ വാദം കൂടി അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ആ കണ്ടീഷനിൽ ഈ മഴക്കാലം വന്ന് തണുപ്പായി കഴിയുമ്പോഴത്തേനും ഈ വാദം പുറത്തേക്ക് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം കാണിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് അത് വ്യാപിച്ചിട്ട് പല അസുഖങ്ങളുണ്ടാക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ശരീരബലവും അതുപോലെ തന്നെ ദഹനബലവും വളരെയധികം കുറഞ്ഞായിരിക്കും. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ പല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഈ വർഷകാലത്തിൻ്റെ, അതായത് ചൂടുകാലം കഴിഞ്ഞ്, അതായത് ചൂടുകാലത്തിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്ന അക്കോർഡിംഗ് ടു ആയുർവേദ ഗ്രീഷ്മകാലമാണ്. ഈ ഗ്രീഷ്മം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുന്ന ആ വർഷകാലത്തിൻ്റെ, അതായത് ആ തണുപ്പ് കാലത്തിൻ്റെ, വിസർഗകാലത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വെളുത്ത ടൈലുണ്ടല്ലോ, വെളുത്ത ടൈല് പാകിയ ഒരു വീടിന് തറയിൽ കുറച്ച് അഴുക്കുകളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക?
നമ്മൾ പറയും 2 ദിവസം കൂടെ കഴിയട്ടെ, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കാം, ഇവിടെ കുറച്ച് അഴുക്കല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. നമ്മളൊരു ദിവസം നോക്കുമ്പം നിറച്ചും അഴുക്ക് കിടക്കുക. അപ്പോൾ നമ്മളത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുമോ? ഇല്ല, നമ്മളത് അപ്പം തന്നെ ക്ലീൻ ചെയ്യും അല്ലേ, അപ്പം തന്നെ അത് ക്ലീൻ ആക്കും. നമുക്കറിയാം അവിടെ അഴുക്ക് അത്രയും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതുപോലെ ആയുർവേദത്തെ സംബന്ധിച്ച് വർഷകാലത്ത് അല്ലെ മഴക്കാലത്ത് അല്ലെ വിസർഗകാലത്ത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഓൾറെഡി ആചാര്യന്മാർ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചികിത്സകൾ എത്രയും ആപ്റ്റായ, അതുകൊണ്ട് തന്നെ ചികിത്സകൾക്കൊക്കെ ഇത്രയും ആപ്റ്റായ ഒരു മാസം, അതായത് കർക്കിടകം എന്ന് പറയുന്ന ഈ മാസം അല്ലാതെ വേറൊരു മാസം ഇല്ലെന്ന് നമുക്ക് പറയാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസം ഈ ഒരു കർക്കിടക ചികിത്സയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇനി എന്തൊക്കെ ചികിത്സകളാണ് നമ്മൾ കർക്കിടകകാലത്ത് ചെയ്യുന്നത്? ചികിത്സകൾ പറയുന്നതിന് മുമ്പ് തന്നെ ഉദാഹരണം പറയാം. ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതിന് വേണ്ടിയാണ്. നമ്മുടെ ഇരുമ്പടികളൊക്കെ പാകിയ ജനലുകളുണ്ട് അല്ലേ, അത് നമ്മൾ വർഷാവർഷം വൃത്തിയാക്കാറുണ്ട്. എങ്ങനെയാണ് വൃത്തിയാക്കുക? ആദ്യം നമ്മൾ അതിൽ ചെറിയ തുരുമ്പുകളൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നമ്മളത് കളയും. എന്നിട്ട് ബ്രഷും സോപ്പ് പൊടിയും ഒക്കെ ഉപയോഗിച്ച് നമ്മളത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിക്കളയും. ആദ്യം വൃത്തിയാകും, അതിനുശേഷം നമ്മൾ പോളിഷോ പെയിൻറ്റോ ഒക്കെ അടിച്ച് അത് ഇനിയും തുരുമ്പടിക്കാതിരിക്കാൻ വേണ്ടി പോളിഷൊക്കെ അടിക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ശോധനം, അതായത് വൃത്തിയാക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് പ്രധാനമായിട്ട് എന്താ ചെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയാം, വയറിളക്കുക അല്ലെങ്കിൽ ഛർദ്ദിപ്പിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വയറിളക്കുന്നതും ഛർദ്ദിപ്പിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ വായ തുടങ്ങി മലദ്വാരം വരെയുള്ള GIT ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, അതായത് ദഹന വഴികൾ മാത്രമാണ് വൃത്തിയാകുന്നത്. ഈ ദഹന വഴി മാത്രമാണോ നമ്മുടെ ശരീരം? അല്ല. കൂടാതെ നമുക്ക് എന്തൊക്കെയുണ്ട്? രക്തം ഒഴുകുന്ന രക്തക്കുഴലുകളുണ്ട്, നമ്മുടെ ചർമ്മമുണ്ട്, നാഡീവ്യൂഹങ്ങളുണ്ട്, ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ശോധനാ തെറാപ്പിയുടെ ഭാഗമായി നമ്മൾ സ്നേഹകർമ്മവും, സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻറ്റേർണലി സ്നേഹം, ഓയിൽ ഓർ നെയ്യ് നമ്മൾ കുടിക്കാൻ കൊടുക്കും. അല്ലെങ്കിലോ പുറമേ ആയിട്ട് സ്നേഹാഭ്യങ്ങൾ, അതായത് എണ്ണ തേപ്പ് തുടങ്ങിയവയും. ഇത് കഴിഞ്ഞ് തൊട്ട് പുറകെയായിട്ട് നമ്മൾ സ്വേദകർമ്മം അഥവാ വിയർപ്പിക്കലും കൂടി ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പല ഭാഗങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ്, നമ്മുടെ രക്തത്തിലും ത്വക്കിലും ഒക്കെ ഇങ്ങനെ ഉറഞ്ഞു കിടക്കുന്ന ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം തന്നെ ഈ സ്നേഹം ചെന്നിട്ടൊന്ന് അലിഞ്ഞു വന്ന് ഈ വിയർപ്പിക്കുകയും കൂടെ ചെയ്യുമ്പം ഈ അലിഞ്ഞു വന്നതെല്ലാം ഉരുകി നമ്മുടെ നേരെ ദഹന വഴിയിലേക്ക് വരുന്നു, അതായത് GITയിലേക്ക് വരുന്നു. GITയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായി. പിന്നെ എന്താ നമ്മൾ ചെയ്യുക? വയറിളക്കുകയോ ഛർദ്ദിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലുമുള്ള ഇമ്പ്യൂരിറ്റിനെ നമ്മൾ പുറത്ത് കളയുന്നു. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ശിരസ്സുമായി ബന്ധപ്പെട്ട് നസ്യം, ശിരസ്സിനെ നമ്മൾ ശോധന ചെയ്യുന്ന വൃത്തിയാക്കുന്ന നസ്യത്തിലൂടെയാണ്. ശിരസ്സിൻ്റെ ഒരേ ഒരു ദ്വാരം നമ്മുടെ മൂക്കാണ്, അറിയാലോ, നാസാഹി ശിരസോദ്വാരം എന്ന് പറയും. ശിരസ്സിനെ വൃത്തിയാക്കുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ നസ്യം, ശിരോധാര, ശിരോഭ്യംഗം തുടങ്ങിയ ചികിത്സകളും ഇതിന് പുറമേ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ശോധന ചികിത്സകളൊക്കെ ശോധന എന്ന് വെച്ചിട്ട് കട്ടിയുള്ള പ്രോപ്പർട്ടി, നമ്മൾ വയറിളക്കുക, നമ്മൾ ക്ഷീണിക്കും അല്ലേ. അപ്പോൾ ശോധന ചികിത്സകൾ കൊണ്ട് ക്ഷീണിതമായ നമ്മുടെ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യും? ലേഹ്യങ്ങളും നീകളും തുടങ്ങിയ രസായന ചികിത്സകൾ കൊണ്ട് പൂർവാധികം ഊർജ്ജസ്വലരാക്കുന്നു. കാരണം നമുക്ക് വർക്കുകളൊക്കെ ചെയ്യണ്ടേ, അതിനു വേണ്ടി നമ്മൾ ഊർജ്ജസ്വലമാക്കി തീർക്കുന്നു. ഇതിന് പുറമെ നമ്മൾ ഓരോ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് വരുന്ന പേഴ്സൺസിൻ്റെ അവർ പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസിനനുസരിച്ച് അവർക്ക് ഇപ്പം വയറ്റിൽ നിന്ന് പോകാത്ത ബുദ്ധിമുട്ടുകൾ കാണും, അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ കാണും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദഹനത്തിന് ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ വസ്തിയോ ഇൻറ്റേർണൽ മെഡിക്കേഷൻ, കഷായം, അരിഷ്ടം, പൊടികൾ അങ്ങനെയുള്ള മെഡിസിനും ഇൻറ്റേർണലി നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് വീട്ടിലും ചെയ്യാൻ കേട്ടോ. ധന്വതരം തൈലമൊക്കെ ഉപയോഗിച്ച് സ്വന്തം എണ്ണ തേച്ച കുളിയൊക്കെ നമുക്ക് പറ്റുന്നതാണ്. അത് വേറൊരു കോൺടെക്സ്റ്റിൽ പറഞ്ഞുതരാം എന്താണ് നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ കർക്കിടക ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ശരീരബലവും ദഹനബലവും ഒക്കെ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ വിസർഗകാലത്ത് കർക്കിടക മാസത്തിലൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആഹാരവും പാനീയങ്ങളും നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റിലാണ് നമ്മൾ കർക്കിടക കഞ്ഞി, പഞ്ചകോല പാനീയം, പത്തിലത്തോരൻ തുടങ്ങിയവയൊക്കെ പറയുന്നത്. അപ്പം അതും ഒക്കെ തന്നെ വേറൊരു വീഡിയോയിൽ ഞാനിടാം കേട്ടോ. പിന്നെ ആർക്കൊക്കെ കർക്കിടക ചികിത്സ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ചെറുതിലേ തൊട്ട് നമുക്ക് തുടങ്ങാം. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 2.5 വയസ്സ് വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ പറയാറുണ്ട്. ആ 2.5 വയസ്സ് വരെയുള്ള കുഞ്ഞിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കർക്കിടക ചികിത്സയൊന്നും എടുക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അമ്മ ചികിത്സ എടുക്കുമ്പം ആ ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് എല്ലാം ഈ ബ്രസ്റ്റ് മിൽക്കിലൂടെ തന്നെ കുഞ്ഞിന് എത്തിച്ചേരും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലം എന്നൊക്കെ പറയുന്നത് ഈ കഫജന്യമായ രോഗങ്ങളൊക്കെ വരാൻ ചാൻസുള്ള ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേണമെങ്കിൽ പനിക്കൂർക്ക ഇട്ട തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി അന്നാഥന്മാർ, അതായത് ചോറൂണ് കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, ചോറൊക്കെ ഉണ്ണാൻ തുടങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കർക്കിടക കഞ്ഞിയൊക്കെ അവർക്ക് പാലറ്റബിളായിട്ടുള്ള രീതിയിൽ തേങ്ങാപ്പാലോ ശർക്കരയോ ഒക്കെ ചേർത്ത് ചക്കരയൊക്കെ ചേർത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ പറഞ്ഞതൊക്കെയും 2.5 വയസ്സിന് എബോവ് ഉള്ള കുഞ്ഞുങ്ങൾക്കും ബാധകമാണ്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബ്രഹ്മണ തെറാപ്പിയും പുറമെ ഞവര തേപ്പ്, എണ്ണ തേപ്പ് അങ്ങനെയുള്ള പുറമേയുള്ള ബ്രഹ്മണ തെറാപ്പികളൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഒരു കുഴപ്പവുമില്ല. പിന്നെ യൗവനാവസ്ഥ തൊട്ട് നമുക്ക് വാർദ്ധക്യം വരെ കർക്കിടക ചികിത്സ ചെയ്യാം. പക്ഷേ അതൊക്കെയും വാർദ്ധക്യത്തിലൊക്കെ ആണെങ്കിൽ പല ഡിസീസ് കണ്ടീഷനുകളിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ, ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇത്രയൊക്കെയാണ് പൊതുവേ ഉള്ള ഒരു കർക്കിടക ചികിത്സ എന്താണ്, കർക്കിടകം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള പൊതുവേ ഒരു സംശയങ്ങൾ നമ്മുടെ ക്ലിനിക്കിൽ വന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ കർക്കിടക മാസത്തിനെ നമ്മൾ എന്താ പഞ്ഞമാസമെന്നും രാമായണ മാസം എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അതിന് പഞ്ഞമാസം എന്ന് പറയുന്നത്? പഞ്ഞമാസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ ഉറുമ്പുകളും ചെറിയ പക്ഷികളും മൃഗങ്ങളും ഒക്കെ വേനൽക്കാലത്ത് വസന്തകാലത്തും ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് ലോങ്ങായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന, ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ആഹാരങ്ങളൊക്കെയും അവരവരുടെ മാളത്തിലോ മണ്ണിനടിയിലോ ഒക്കെ സൂക്ഷിച്ച് വെക്കും. എന്തിനാ? വർഷകാലം ആകുമ്പോൾ അവർക്ക് വെളിയിലിറങ്ങാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവരവിടെ ഇരുന്ന് ആ വർഷകാലത്ത് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് അവരാ ശേഖരിച്ച് വെച്ച ഫുഡുകളും ഒക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് ജീവിക്കുകയാണ്. പക്ഷെ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമെന്നോ വെള്ളപ്പൊക്കമെന്നോ വേനൽക്കാലമെന്നോ ചൂടുകാലമെന്നോ ഒന്നുമില്ല. നമ്മളെപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ്. അപ്പം നമുക്ക് ആ ഒരു വർഷത്തിൻ്റെ ഒരു 14 ദിവസമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതല്ലേ. അതുപോലെ നമ്മുടെ ഇടയിലും തന്നെ ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, തൊടികളിലൊക്കെ പണി ചെയ്യുന്ന ആൾക്കാരും അതുപോലെ വീട് പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും മഴക്കാലത്ത് വർക്ക് കാണത്തില്ല അല്ലേ. അവരൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഏണിങ്സ് കുറവായിരിക്കും. അവർക്കത് സത്യം പറഞ്ഞാൽ അതൊരു പഞ്ഞമാസമാണ്. അവർക്ക് ഒന്നുമില്ല, കയ്യിലെടുക്കാനും ഒന്നുമില്ല, ഡെയിലി കിട്ടുന്ന വരുമാനം അവർക്കില്ല. അപ്പം ആ ഒരു കണ്ടീഷനിൽ നമുക്ക് തൊടികളിലൊക്കെ ധാരാളം ഇലകൾ, മഴക്കാലമല്ലേ ധാരാളം ഇലകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ 10 ഇലകളും കാണും. ആ 10 ഇലകൾ തോരൻ വെക്കുന്നത് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ പൈസ പോവാതിരിക്കാനും അതുപോലെ തന്നെ ആരോഗ്യത്തിനാണ് മെയിനായിട്ട്, ആരോഗ്യത്തിനും ഒരു നല്ല ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ദൈവം തന്നെയാണ് 10 ഇലകളും ആ ഒരു മഴക്കാലത്ത് തന്നെ നമുക്ക് വേണ്ടി നൽകുന്നത്. അതൊക്കെയും എല്ലാം റിലേറ്റഡാണ്, പരസ്പരം എല്ലാം റിലേറ്റഡാണ്. അതുപോലെ രാമായണ മാസം എന്തുകൊണ്ടാണ് പറയുന്നത്? രാമായണ മാസം എന്ന് പറയണമെന്നില്ല, ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുകളുള്ള മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ ഏണിങ്സ് ഇല്ലാത്ത ഒരു കാലം, വേറൊരു തരത്തിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ശരീരത്തിന് ആരോഗ്യപരമായിട്ടുള്ള വേദനകളും വാതരോഗങ്ങളും ജോയിൻറ്റ് പെയിനുകളും ഒക്കെ ഉള്ളൊരു പനി, ജലദോഷം, തുമ്മൽ, കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു കാലമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തായാലും മനസ്സിനെയും ബാധിക്കും അല്ലേ. അപ്പോൾ ഒരു മാനസിക ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ രാമായണ മാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ രാമായണ മാസം, പഞ്ഞമാസം, കർക്കിടക മാസം, കർക്കിടക ചികിത്സ എല്ലാം റിലേറ്റഡ് ആണെന്ന് ഓർക്കുക. നമ്മുടെ ഈ കാറും നമ്മുടെ പൈപ്പും നമ്മുടെ കിണറും ഒക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? അതൊക്കെ സ്ഥിരമായി വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും നമ്മുടെ ശരീരം ഒരു മിഷൻ പോലെ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളും ഉള്ളവയ്ക്കൊക്കെ നമ്മൾ പരിഗണന കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ശരീരത്തെയും കൂടി വർഷത്തിൽ ഒരു 14 ദിവസമെങ്കിലും നമ്മളൊന്ന് പരിഗണിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ആരോഗ്യസമ്പന്നമായ ഒരു ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. താങ്ക് യു.